നിന്റെ പിടിപ്പുകേട് കൊണ്ടാ അവൻ ഒഴിവായി പോയത്. ബിക്കോസ് ഓഫ് യുവർ മിസ്മാനേജ്മെന്റ്. ആ മധുശങ്കറിനെ ഞാൻ വെള്ളപൂശുകയല്ല. അയാള് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. സൊണാലിയുമായി ചേർന്ന് നിന്ന മറ്റു പലരും പിന്മാറിയിട്ടുണ്ട്. അതിന് കാരണം മധുവല്ലല്ലോ, നീ ഇറസ്പോൺസിബിൾ ആയിരുന്നു. ദാറ്റ്സ് ദ റീസൺ. അതുകൊണ്ടുണ്ടായ നഷ്ടം എത്രയാന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ ഭർത്താവിനോടുള്ള വാശിക്കാണോ കൽത്തോട്ടത്തിന്റെ കെയർ ഓഫ് ഉള്ള ആ അനാഥ പെണ്ണിനെ പപ്പ സിദ്ധുവിനെ കൊണ്ട് കെട്ടിക്കുന്നത്? ആണോ പപ്പ? ഒന്ന് നിർത്തുന്നുണ്ടോ? അനാഥ പെണ്ണ്. അതെ, ആരോരും ഇല്ലാത്തൊരു ഓർഫണെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതിൽ ആർക്കെത്ര നഷ്ടം? അതിൽ ആർക്കാ നഷ്ടമെന്ന്? അപർണയ്ക്ക് സ്വന്തമായിട്ട് 1 രൂപയുടെ സ്വത്ത് പോലും ഇല്ല. അതിന് നിങ്ങക്ക് എന്താ കുഴപ്പം? എനിക്കും ആ കുട്ടിക്കും ഈ പറയുന്ന ആരുടെയും ഒരു അവതാരവും വേണ്ട, സ്വത്തിന്റെ പങ്കും വേണ്ട. അനിയന്റെ ഭാവിയെ ചൊല്ലി ചേട്ടനും ചേട്ടത്തിക്കും എന്തായാലും ഇത്ര ഉത്കണ്ഠ തോന്നിയല്ലോ. സന്തോഷമായി. അനുകൂലമല്ലാത്ത പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ജീവിതത്തിൽ എനിക്ക് ഇനിയൊരു വിവാഹം നടത്തിക്കൊടുക്കാനില്ല. അതുകൊണ്ട് സിദ്ധുവിന്റെ കല്യാണം ഭംഗിയായി തന്നെ നടത്തിയേ പറ്റൂ. ഈ 27-ാം തീയതിയിലെ എൻഗേജ്മെന്റിന് എന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇത്രയും പറഞ്ഞിട്ടും മുഖം തിരിച്ചു നിൽക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി എന്തിനാ എഴുന്നേക്കുന്നെ? അമ്പലത്തിൽ പോണ്ടേ? ആമി പറഞ്ഞല്ലേ. നിന്നോട് ആരും ഈ അലാറം ഒക്കെ വെക്കാൻ പറഞ്ഞ? പിന്നെ അലാറം വെക്കാതെ അമ്പലത്തിലൊക്കെ ഞാൻ വൈകിട്ട് എങ്ങാനും പോയിക്കോളാം. ഇന്ന് രാവിലെ നടക്കുന്ന ചടങ്ങിന് വൈകുന്നേരമാണ് പോകുന്നത്. വൈകിട്ട് പോയാ മതി. എഴുന്നേക്ക്. അയ്യോ, ഇതുവരെ എഴുന്നേറ്റില്ലേ രണ്ടുപേരും? രാവിലെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് പറഞ്ഞല്ലേ? ചേച്ചി വരുന്നില്ലെന്ന്, വൈകിട്ട് പൊക്കോളാന്ന്. എന്തുവാ മോളെ പറയുന്നേ? നല്ലൊരു ദിവസമായിട്ട് ദേ ആൾക്കാരൊക്കെ ഇപ്പൊ വരും. ദേ ഡ്രസ്സിങ്ങിനും മേക്കപ്പിനുള്ള പിള്ളേരും വരും. എണീറ്റേ. ആമി, എനിക്ക് തലവേദന ആമി. ബോഡി പെയിനും ചെറിയ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. ഓ, ടെമ്പറേച്ചർ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് വയ്യ ആമി, ഞാൻ പതുക്കെ റെഡി ആയിക്കോളാം. ഒരു കാര്യം ചെയ്, കുളിച്ചിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ചെന്ന് തൊഴു. ദേ നീ എഴുന്നേറ്റ് വന്നേ. ഞാനെന്തിനാ വരുന്നേ? ഞാനല്ലോ കല്യാണം കഴിക്കുന്നേ. ദേ എഴുന്നേറ്റ് വന്നോ ഇങ്ങോട്ട് വന്നേ. ചേച്ചി അഞ്ചു, ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ അടച്ചിട്ട് പോ. ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ ജീവിക്കേണ്ടി വരുമോ? വിധി എങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പത്തിനും 10:30 അടയ്ക്കാം റിംഗ് എക്സ്ചേഞ്ചിന്റെ മുഹൂർത്തം. അത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ തരാന്ന് പറഞ്ഞ മനുഷ്യനാ. ഇപ്പൊ എന്താ ചെയ്യാ? 3-4 മണിക്കൂറും കൂടിയേ ഉള്ളൂ. ഇത് ഇത്തിരി ഇങ്ങോട്ട് സൈഡാക്കി കൊടുക്കാം. ഇന്നു മുതൽ നീ സിദ്ധു സാറിനെ സാറേന്നുള്ള ആ വിളിയൊക്കെ അങ്ങ് മാറ്റിയേക്കണം കേട്ടോ. അല്ല പിന്നെ എന്താ വിളിക്കാൻ പോകുന്നേ? പേര് വിളിക്കാൻ പറ്റോ?
സിദ്ധുവേട്ടാന്ന് വിളിക്കണം. അയ്യോ, എന്നെ കൊണ്ട് അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. എനിക്ക് സിദ്ധു സാറിനെ വിളിക്കാൻ പറ്റും. ആ അതൊക്കെ കല്യാണം വരെ, അത് കഴിഞ്ഞ കാണാം. ചേച്ചിമാരെ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. സിദ്ധു സാർ ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോഴേ ഇവിടെ നിന്ന് എന്തൊക്കെ ചീത്തയെ സാറിനെ വിളിക്കുന്നെന്ന് അറിയാമോ? ദേ, ഒന്ന് ചുമ്മാതിരിക്കെ, വെറുതെ അഹങ്കാരം പറയാതെ. ഇതൊക്കെ ഞങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. അല്ല, ഇനിയിപ്പോ പറഞ്ഞ ഞങ്ങള് മാഡം എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. വേണം, അങ്ങനെ വിളിക്കണം. ശരി മാഡം. പിന്നെ ഈ ഡ്രസ്സിന്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ ഡിസൈൻ ഒന്നും എന്താ ഇതുവരെ അങ്ങോട്ട് ഇറക്കാത്തെ? ഇതൊന്നും എന്റെ ഡിസൈൻ ഒന്നും അല്ല, ആമി പുറത്തുനിന്ന് ആളെ വെച്ച് ചെയ്യിപ്പിച്ചതാ. ഇതേ സിദ്ധു സാറേ ആളിനിരുത്തി ഡിസൈൻ ചെയ്ത് കൊടുത്തു വിട്ടതാ. എടി, നീ എന്തോടി പറയുന്നേ? ഇത് സിദ്ധു സാർ ഡിസൈൻ ചെയ്താണെന്നോ? അതൊക്കെ ആമിയോട് ചോദിച്ചാ മതി, ആമിക്കറിയാം കാര്യങ്ങളെല്ലാം. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ആമി പുറത്തുനിന്ന് വാങ്ങിച്ചാണെന്നാ പറഞ്ഞേ. കണ്ടോ കണ്ടോ, സിദ്ധു സാറിന്റെ ഒരു കരുതല് കണ്ടോ? ഇവരുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് സിദ്ധു സാറല്ലേ. അതിന്റെ തുടക്കമാ ഇതൊക്കെ. എന്ത് രസമായ ഡിസൈനാ. സാറിന്റെ ഒരു ടാലന്റ്. രണ്ടുപേരും ജോയിൻ ചെയ്യുന്നതോടെ സൊണാലി ഒരു പോക്ക ഹൈറ്റിലോട്ട്. ഹലോ, വാ 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 വാ. നമസ്കാരം. നമസ്കാരം. മണവള. ഓ, എന്തൊക്കെയുണ്ട് അളിയാ? സുഖം. നല്ല. ആ അതെ പപ്പ, ഈ ദൈവം ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ, വലിയൊരു സംഭവം കേട്ടോ. സിദ്ധുവിനെ ഞാൻ കണ്ട നാള് മുതൽ ആളിയെ അളിയാന്ന് വിളിക്കാറ്. അവസാനം ഇപ്പൊ എന്തായി? എന്റെ പെങ്ങളെ ഇവൻ കെട്ടാൻ പോവാ അല്ലടാ. അത് റിയലാ. ഇതേ ഇവൻ എന്റെ അളിയനാവാൻ പോവാ. ഇത്രയും നാളും ഈ ശരത്തന്റെ മരുമോനായി, ഇപ്പൊ ഇവനും അളിയനായി. കേറി വാളിയ ഒരു നാളുണ്ടോ? അതെ പുലന്നാൻ സാറേ, വാ കേറി വാന്നേ. ഇങ്ങ് കേറി വാന്നേ, വാ കേറാം. ഞങ്ങള് റെഡിയാ, അങ്ങോട്ട് ഇറങ്ങട്ടെ? അതല്ല, നിങ്ങളുടെ ബോസിന് ചീഫ് ഡിസൈനറോട് എന്തോ പറയാനുണ്ടെന്ന്. എനിക്ക് ഒഫീഷ്യലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ. ഓ അത് ശരി സാറേ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓഫീസിൽ വെച്ച് തന്നെ പോരെ? അയ്യോ, ഇതിപ്പോ കൽത്തോട്ടത്തിൽ എന്ന് പറഞ്ഞ ഇനിയിപ്പോ സൊനാലിയുടെ ഓഫീസല്ലേ? അല്ല സർ, എന്താ സർ, ഒഡേസയുടെ ഡിസൈൻസ് ഞാൻ രാവിലെ തന്നെ മെയിൽ ചെയ്തല്ലോ. സർ ചെക്ക് ചെയ്തില്ലായിരുന്നോ? ആ അതിലെ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം പറയാനാ. ഓ, കറക്ഷൻ അല്ലേ? അതെ സാറ് കറക്ഷന്റെ കാര്യം പറയുന്നത്. നമുക്കങ്ങ് മാറി കൊടുക്കാം. അയ്യോ വേണ്ട. ഇല്ല, അല്ല കുഴപ്പം ഇല്ലേ, ഞങ്ങള് കട്ടുറുമ്പാവുന്നില്ലേ? വാ. മക്കളെ, അതെ മുഹൂർത്തം കഴിഞ്ഞിട്ട് കൊറേ സമയമുണ്ട്. കറക്ഷനൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അയ്യോ അങ്ങനത്തെ കറക്ഷൻ അല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. താൻ വന്നേ. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തോണോ? എന്തായാലും നാണം കെടും. ഇത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ, അത് പറ. എന്റെ കയ്യിൽ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാർ എന്റെ വിരലില് മോതിരയിട, അത് നടക്കില്ലെന്ന് പറഞ്ഞതാ. സാർ ഒരു ഐഡിയയും കൊണ്ട് വരാന്നല്ല ഇന്ന് വെളുപ്പാങ്കാലത്തോടെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. എന്നിട്ട് എവിടെ ഐഡിയ? നിർത്തും. എന്റെ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവുന്നല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ഹാർട്ട് അറ്റാക്ക് വരുമെന്നും പറഞ്ഞ് ഞാനങ്ങ് വീഴാം. പക്ഷെ എന്റെ പപ്പ അവിടെ വീഴും. അതിനു മുമ്പ് ഒറ്റ വഴിയേ ഉള്ളൂ. മോതിരം ഇടുന്നതിന് മുമ്പ് താനങ്ങ് ബോധം കിട്ടി വീഴും. എന്നിട്ട് വെള്ളം തെളിക്കുമ്പോഴേ ഫിക്സ് വന്ന പോലെ ഇങ്ങനെ ഇടുന്നങ്ങ് കാണിച്ചാൽ മതി. അയ്യേ, എനിക്കൊന്നും അറിയത്തില്ല ഫിക്സ് വരുന്ന പോലെ ഒന്നും ചെയ്യാം. എടോ, താനേ ബോധം തെളിയാതെ അങ്ങ് കിടന്നാ മതി. കണ്ണ് തുറക്കാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതി. ഞാൻ ആംബുലൻസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. ഒരു റിങ് ചെയ്യുന്ന ഞാൻ ഒരു അപ്പ തന്നെ പറഞ്ഞു വരും. ബാക്കിയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആലോചിക്കാം. ഫിക്സ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത്രയും സിനിമ കണ്ടിട്ട് ഫിക്സ് വരുന്നത് എങ്ങനെയാണെന്നറിയില്ലേ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം. അപ്പൊ അവരൊരു താക്കോല് കൊണ്ട് തരും, അതും പിടിച്ചോണ്ട്
മമ്മി എന്താ മോളെ? 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 അയ്യോ, അപ്പു. ചേച്ചി, മോളെ? കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്റെ മോളെ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. അപ്പു. എന്തേട്ടാ? അപകടം വീണു, ഓടി വാ. അയ്യോ, അപർണ വീണു. അപർണയ്ക്ക് ഫിക്സ് ആയിരിക്കും. ഓ, അയ്യോ, അപർണയ്ക്ക് എന്ത് പറ്റി? അപർണയ്ക്ക് എന്താ പറ്റിയേ? ആ വെള്ളം എടുത്ത് വെള്ളം കൊണ്ടോ? ഡി അപ്പു, എന്ത് പറ്റി? ഡി, അയ്യോ, ഡി, എന്തുണ്ടായേ? അയ്യോ, അപർണയ്ക്ക് ഫിക്സ് വന്നോ? അയ്യോ, അപർണയ്ക്ക് എടാ, ഒന്നുമില്ലടാ. അപർണയ്ക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റിയതാ? ഒന്നുമില്ല മോനെ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിന്നതാ. അവരുടെ കാര്യം ഓർമ്മിച്ച് വിഷമിച്ചു, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. തീരെ വൈകിലേ ഞാൻ ആംബുലൻസ് വിളിക്കാം. തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. മോനെ. വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വന്നോളൂ. അയ്യോ മോളെ, BP വലുതും കുറഞ്ഞാണെങ്കിലേ നമുക്ക് നീ ഹോസ്പിറ്റലിൽ ടെൻഷൻ കാണിച്ചിട്ട് ഈ ചടങ്ങ് പിന്നെയാണെങ്കിലും മതിയല്ലോ. ഹെൽത്ത് ആണല്ലോ നമുക്ക് പ്രധാനം. നീ വെറുതെ ടെൻഷൻ BP കൂട്ടാതെ. അല്ല, കുഴപ്പമില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഹെൽത്ത് വേണ്ടേ? നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്നേക്ക്. ആംബുലൻസ് വിളിക്കാം. മോനെ സിദ്ധു, ഇല്ലടാ, കുഴപ്പമില്ല. അപ്പുറത്ത് കിടപ്പുണ്ടോ? മോനെ, അവക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, BP വലുതും കുറഞ്ഞാണെങ്കിലേ എടാ, നമുക്ക് ഹോസ്പിറ്റലിൽ നീ കാണിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ. ചടങ്ങ് പിന്നെയാണെങ്കിലും മതിയല്ലോ അല്ലേ? നമുക്ക് ഹെൽത്ത് അല്ലേ വലുത് അല്ലേ? നീ ഒന്ന് അടങ്ങ്. നാളെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ? അതിന് ഹെൽത്ത് വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഞാനേ ആംബുലൻസ് വിളിക്കാം. കുഴപ്പമില്ല മോനെ, എഴുന്നേറ്റോ. ദാ, കുറച്ചുകൂടെ വെള്ളം കുടിച്ചു. അല്ല, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് മതി. അതെ, ഇതൊക്കെ. കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം വെള്ളം വേണ്ടേ? എടാ, നീ എഴുന്നേക്ക്. എഴുന്നേക്ക്, നീ വാ. അവന് പറയട്ടെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ അല്ലേ? അല്ല, ഒന്ന് വാ തുറന്നു പറ. ഇല്ലടാ, അവള് ഓക്കെയാന്നേ. നമസ്കാരം മാഡം. ഞാനാ വിളിച്ചത്. ഇവിടുത്തെ വാർഡ് മെമ്പറാ ബിന്ദുമണി. പൂജ എവിടെ? അകത്തുണ്ട്. ആ കൊച്ചിന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഡിഗ്രിക്ക് ഗവൺമെന്റ് കോളേജിൽ ചേർത്തത്. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് പഠിപ്പ് നിർത്തിയങ്ങ് പോന്നു. വരും. മോളെ, എന്നമ്മ പോയി മമ്മി. എനിക്കാരുമില്ല. ഞാനുണ്ട് മോൾക്ക്. സുമിത്രയ്ക്ക് അസുഖം ഇത്രയും കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. സഹതാപവും സഹായവും സ്വീകരിക്കാത്ത ആളായിരുന്നില്ലേ? അറിയിക്കണ്ടെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ മോളും വിളിച്ച് പറയാത്തത്. അത് പോട്ടെ. പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലോ. മോള് പഠിത്തമൊക്കെ നിർത്തിയല്ലേ? പവിത്രനുള്ളപ്പോ നല്ല കാലായിരുന്നു. പോയി കഴിഞ്ഞപ്പോ ദാ ഇങ്ങനെയായി. 10-25 വർഷം പവിത്ര നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തതല്ലേ? ഈ കൊച്ചിന്റെ പഠിത്ത കാര്യങ്ങളും നോക്കാമായിരുന്നില്ലേ? പോട്ടെ, സുമിത്രയുടെ കാര്യങ്ങളും നോക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? പവിത്രനോടും സുമിത്രയോടും ഞങ്ങൾ പറഞ്ഞതാ. പക്ഷേ ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. ഓ, സഹായം വേണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. 10-25 വർഷം പവിത്ര നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തതല്ലേ? ഈ കൊച്ചിന്റെ പഠിത്ത കാര്യങ്ങളും നോക്കാമായിരുന്നില്ലേ? പോട്ടെ, സുമിത്രയുടെ കാര്യങ്ങളും നോക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? പവിത്രനോടും സുമിത്രയോടും ഞങ്ങൾ പറഞ്ഞതാ. പക്ഷേ ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. ഓ, സഹായം വേണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചതേ കൊച്ചിന് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കാനാ. ഏയ്, അതൊന്നും വേണ്ട. ഈ മോളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇത് ഞങ്ങളുടെ കടമയാ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. പോട്ടെ, കരയണ്ട. പവിത്രം കാരണം എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞങ്ങൾ നോക്കിക്കോളാം അത്. കരയരുത് മോളെ. മോള് ഡ്രസ്സും ബുക്സും എന്താണെന്ന് വെച്ചാ എല്ലാം എടുത്തോ. മോളെ ഞാൻ കൊണ്ടുപോവാ. എങ്ങോട്ട് മമ്മി? നമ്മുടെ വീട്ടിലേക്ക്.
അല്ലാതെ എവിടെയാ? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത് വരെ അവിടെയല്ലേ പഠിച്ചത്. പേടിക്കണ്ട, മമ്മിയല്ലേ. കരയണ്ട, വേഗം റെഡിയാകും. ഈ ചന്തു പറിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്, അത് ഞാൻ അവൾക്ക് കൊടുത്തോളാം. അല്ലേ? അതല്ലേ വേണ്ടേ? അല്ല, അപ്പൊ എനിക്കെന്താ മാഷ് കരുതി വെച്ചിരിക്കുന്നത്? ആ, അങ്ങനെ ചോദിക്കും. ആ പൂജയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരിച്ചിരി നീ അങ്ങെടുത്തോ. അപ്പൊ ചെല്ലി. അല്ല ചേച്ചി, ശരിക്കും അത് ആരാ? അഭയാർത്ഥി. സൊണാലി ഓഫീസിലെ പഴയൊരു അക്കൗണ്ടന്റിന്റെ മോളാ പൂജ. തന്ത നേരത്തെ മരിച്ചു, ഇപ്പൊ തള്ളയും ചത്തന്ന്. വേറെ ആരുമില്ല. ഓ, അപ്പോ അതുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് വന്നതാണല്ലേ മമ്മി? വെറുതെ അല്ല കൽത്തോട്ടത്തിന് എൻഗേജ്മെന്റിന്റെ അടുക്ക് കയറും പൊട്ടിച്ചു പോയത്. അല്ല ചേച്ചി, നമുക്ക് വല്ല ബന്ധമുള്ള കൂട്ടരാണോ? ബന്ധവും കുന്തവും ഒന്നുമില്ല, ചാരിറ്റിയാ. ഇവളുടെ അച്ഛൻ മരിച്ചപ്പോഴേ ഒരുപാട് കാശ് കൊടുത്തതാ. എന്തിനാ അത്രയും സഹായിക്കുന്നെന്ന് ചോദിച്ചപ്പോ പവിത്രനോട് തീർത്താ തീരാത്ത കടപ്പാടാണെന്ന് പറയും. ഒരു അക്കൗണ്ടന്റിനോട് ഇത്രയും വലിയ കടപ്പാട് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കുറെ നാൾ ഇവിടെ നിന്നാ അവൾ സ്കൂളിൽ പഠിച്ചത്. ശിവയുടെ സിദ്ധുന്റെ മടിയിൽ നിറങ്ങത്തില്ലായിരുന്നു. പെങ്ങന്മാരില്ലാത്തോണ്ട് അവർക്ക് അവള് കുഞ്ഞനിയത്തിയായിരുന്നു. ആങ്ങളമാരില്ലാത്തോണ്ട് അവക്കവര് പൊന്നേട്ടനും. തോളേക്കേറ്റ അധികമാവെന്ന് തോന്നിയപ്പോ ഞാനാ അങ്ങ് വിലക്കിയത്. പിന്നെ ഇങ്ങോട്ട് വരാതായി. അല്ല ചേച്ചി, ആ മമ്മി എന്തിനാ ഇപ്പൊ ഇതിനിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഇതെന്താ വല്ല അഗതി മന്ദിരോ? ഞാൻ പറഞ്ഞില്ലേടി, ചാരിറ്റി. കുറച്ചു ദിവസം ഇവിടെ കാണുമെന്നാ മമ്മി പറഞ്ഞത്. നമുക്ക് നോക്കാം എവിടെ വരെ പോവെന്ന്. സുമിത്രയുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നില്ലേ? പൂജയെ അവിടെ നിർത്തായിരുന്നല്ലോ അവർക്ക്. പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ള അനുവാദവും പൈസയും നമ്മൾ കൊടുത്താ പോരെ? അത് ശരിയാണോ പപ്പ? ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? പവിത്രനുള്ളതിനേക്കാൾ കടപ്പാട് പൂജയോടും പൂജയുടെ അമ്മയോടും ഉണ്ട്. സുമിത്രയെ എവിടെ വേണേലും കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയി ഞാൻ തന്നെ പറഞ്ഞതാ. പക്ഷേ സൊണാലിയുടെ ഒരു സഹായവും വേണ്ടെന്നാ അവര് പറഞ്ഞത്. ഒരു പിടിവാശിയായിരുന്നു. പപ്പയൊന്ന് നേരിട്ട് പോയി സംസാരിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായേനെ. അന്നത് ചെയ്തില്ല. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. പൂജയ്ക്ക് ശമ്പളം കിട്ടുമ്പോ ഒരു ഫോൺ വാങ്ങിക്ക. ഫോൺ വേണ്ട, എനിക്ക് വിളിക്കാൻ ആരുമില്ലല്ലോ. അത് ശരിയാണല്ലോ. ഡിഗ്രിക്ക് എന്തായിരുന്നു സബ്ജക്ട്? ഇംഗ്ലീഷ്. ആഹാ, അപ്പൊ ഭാവിയിൽ ആരാവാനായിരുന്നു ആഗ്രഹം? എനിക്ക് പറ. എനിക്ക് ടീച്ചർ ജോലി ഇഷ്ടം. അതെയോ? ടീച്ചറൊക്കെ ആവണമെങ്കിൽ വീടൊക്കെ പാസ്സാവണ്ടേ? ഇനി അതൊന്നും നടക്കില്ലല്ലോ. ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പ പഠിക്കാനാ? അല്ലടി മുന്നു. പിന്നെ അല്ലാതെ. പഠിപ്പിക്കാന്ന് ഇവിടുത്തെ സാറ് പറഞ്ഞായിരുന്നു. കേട്ടോടി മുന്നേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഇതായി പപ്പയുടെ ഒരു കാര്യം. ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് മോഹിപ്പിക്കും. പൂജയ്ക്ക് കേക്കണോ? ഇടയ്ക്കിവിടെ ഒരു കൊച്ചേ ജോലിക്ക് വരുന്നുണ്ടായിരുന്നു. അവളെ പഠിപ്പിച്ച് കളക്ടറാക്കാന്നാ പപ്പ പറഞ്ഞിരുന്നത്. 2 മാസം കഴിഞ്ഞപ്പോഴേ അവൾ എന്തായാലും അങ്ങ് സ്ഥലം വിട്ട്. എടി, നീ വരുന്നതിന് മുമ്പാ നിനക്കറിഞ്ഞൂടെ? എനിക്കറിയത്തില്ല ചേച്ചി. എനിക്ക് എന്ത് ജോലിയെ തരാൻ പോകുന്ന?
അല്ല നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്ത് പരിചയമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം. മതി, അത് പോരെ. അതാണല്ലോ ഇവിടെ വേണ്ടത്. അതെ. ഇനിയിപ്പൊ പരിചയമില്ലെങ്കിലും സാരമില്ല, താരെല്ലാം പറഞ്ഞു തരും. അതെ, ശമ്പളം എത്രയാന്ന് മമ്മി വല്ലതും പറഞ്ഞായിരുന്നു? ഒന്ന് ചുമ്മാ ഇരു ചേച്ചി, പുതിയ ആളല്ലേ, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു 3000 രൂപയൊക്കെ കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. അതെ, ഒരു കാര്യം ചെയ്യാം. നിനക്ക് മാസം 5000 രൂപ ശമ്പളം തരാൻ ഞാൻ പപ്പയോട് റെക്കമെൻഡ് ചെയ്യാം. യോ, 5000 രൂപയോ ചേച്ചി? പോട്ടടി, ആരുമില്ലാത്തൊരു കൊച്ചല്ലേ. പിന്നെ നിന്നെ ഇവിടുത്തെ വീട്ടുജോലിക്കാരിയായിട്ടാ കൊണ്ടുവന്നിരിക്കുന്നേ. നല്ല ശാപ്പാടും ഡ്രസ്സും ഒക്കെ കിട്ടും, സ്നേഹവും ഭാവിക്കും. അയ്യോ, അപ്പൊ ഇത്രയും വലിയ റൂമ്? ഇടി, അത് ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. അവൾ ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പാവല്ലേ. അതെ, സ്റ്റോർ റൂമിനടുത്തേ ഒരു ചെറിയൊരു മുറിയുണ്ട്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? നീയും നിന്റെ അമ്മയും കൂടെ അവിടല്ലേ കിടന്നിരുന്നത്? നിന്റെ അമ്മ 5-6 കൊല്ലം ഇവിടല്ലേ വീട്ടുപണിക്ക് നിന്നിരുന്നത്. അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? അതായിനി മോളുടെ റൂം. നാളെ അങ്ങോട്ട് മാറണം കേട്ടോ. പിന്നെ നീ സ്വയം തീരുമാനിച്ച് റൂം മാറിയതാണെന്നേ മമ്മിക്ക് തോന്നാൻ പാടുള്ളൂ. ചോദിച്ചാലും അങ്ങനെ പറയാൻ പാടുള്ളൂ. അങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ നിന്നാലല്ലേ നിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാവത്തുള്ളൂ. ഇതിനകത്ത് എന്തൊരു തണുപ്പാ. ഇവിടെ AC ഇടൊന്നും ആവശ്യമൊന്നുമില്ല. ആ ജനലും വാതിലും ഒക്കെ ഒന്നങ്ങ് തുറന്നിട്ടാ മതി. എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നേ? പപ്പയുടെ ഫോട്ടോയോ? ഇതൊക്കെ എന്തിനാ നീ കൊണ്ടു നടക്കുന്നേ? അത് എന്റെ അച്ഛന്റെ ഫോട്ടോ അതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അപ്പൊ ഇത് ഞങ്ങളുടെ കൈ വെച്ചേക്കാം. ഈ ഫോട്ടോ നീ വെച്ചോ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. അതിന് തന്നെ നിന്റെ തള്ള സൂയിസൈഡ് ചെയ്തതല്ലേ? പൂജ, പൂജ റെഡിയായോ? എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? എടി, നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വന്നാലോ? നീ ഇതെവിടെ പോവാ? ഇവക്കെ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളിങ്ങ് വരാം. വാ. എടി മുനു, നീ വരുന്നില്ലല്ലോ? ആ, വാ മോളെ. രാത്രിയിലാണോ ചുറ്റാൻ പോകുന്നത്? അവൾ അടുക്കള കയറി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അയ്യോ, അതെ, ഇവള് അടുക്കള പണിക്കല്ല കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അടുക്കള പണി ചെയ്യാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെയ്തു പഠിക്ക്.